അവസാനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സമ്മതിച്ചിരിക്കുകയാണ് GST നടപ്പിലാക്കിയതിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന്. ഒടുവിൽ ക്ഷമാപണവും നടത്തിയിരിക്കുകയാണ്. പൂനെയിൽ വ്യവസായികളുടെ യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാപ്പ് ചോദിച്ചത്. ആദ്യ ദിവസം മുതൽ തന്നെ GST നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അത് സാധിക്കാതെ വന്നതിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്നതായിരുന്നു ധനമന്ത്രിയുടെ വാക്കുകൾ. എന്തായാലും തെറ്റു മനസ്സിലാക്കി അതിനെ കൂടുതൽ ന്യായീകരിക്കാത്തത് തന്നെ വലിയ കാര്യമെന്ന പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കടന്നുവരുന്നത്. കുറെ കാലത്തിനു ശേഷം പാർലമെന്റിൽ പല പാർട്ടികളും എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിച്ചു പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ നിയമം. പല അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇതൊരു മോശം ഘടനയാണെന്ന് പറയുകയും വയ്യ. പക്ഷെ അത് ഉപേക്ഷിക്കാനും പറ്റില്ല. പാർലമെന്റിനും നിയമസഭകളിലും അത് പാസ്സാക്കിയിട്ടുള്ളതാണ്. ഇതിന് പോരായ്മകൾ ഉണ്ടാകാം, അത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. എന്നോട് ക്ഷമിക്കുക, ഇത് രാജ്യത്തിന്റെ നിയമമാണ്. ഇപ്പോൾ ഇത് പ്രശ്നമുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് നല്ലൊരു ചട്ടക്കൂട് അതിനായി ഉണ്ടാക്കാം. ഇതിന്റെ അപേക്ഷയാണ്. ഇതായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. GST വരുമാനത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ പുതിയ കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മന്ത്രിയുടെ ക്ഷമാപണം. GST വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മറ്റ് നടപടികൾ പരിശോധിക്കുന്നതിനുമാണ് കമ്മിറ്റിയെ നിയമിച്ചത്. GST വരുമാനം 2.67% കുറഞ്ഞത് 91,916 കോടിയിലെത്തി നിൽക്കുകയാണ്. 19 മാസത്തിനിടയിലുള്ള ഏറ്റവും കുറഞ്ഞ വരുമാനമാണ് രേഖപ്പെടുത്തിയത്. GST കൗൺസിൽ മെമ്മോ പ്രകാരം പുതുതായി നിയമിച്ച കമ്മിറ്റി 15 ദിവസത്തിനകം പ്രഥമ റിപ്പോർട്ട് GST കൗൺസിൽ സെക്രട്ടേറിയറ്റിൽ സമർപ്പിക്കണം. GST വരുമാനം കുറയാൻ കാരണം രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യമാണ് എന്നാണ് വിദഗ്ധ റിപ്പോർട്ട്. വരുമാനത്തിൽ ഗണ്യമായ കുറവ് വരാൻ കാരണം GDP വളർച്ച ക്രമാനുഗതമായി കുറഞ്ഞതാണ്. ആകെ GSTയിൽ CGST 16,630 കോടിയും SGST 22,598 കോടിയും IGST 45,069 കോടിയുമാണ് പിരിച്ചെടുത്തത്. സാമ്പത്തിക ഞെരുക്കം മറികടക്കാൻ 1 ലക്ഷം കോടിക്ക് മുകളിലുള്ള GST പിരിവ് കേന്ദ്ര സർക്കാരിന് ആവശ്യമായിരുന്നു. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ കൂടുതൽ പണം വിപണിയിൽ ചെലവഴിക്കുകയും ചെയ്യണം. GSTയിലെ കുറവ് ഇതിനെയും ബാധിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.